ഞങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. നിങ്ങൾ മീഡിയക്കാർ പ്രതീക്ഷിച്ചല്ലേ പറ്റുള്ളൂ. എന്ത് ചോദ്യം ചോദിക്കണം? നിങ്ങൾ പലതും പ്രതീക്ഷിക്കുക, അതാണല്ലോ നിങ്ങളുടെ കഴിവ്. അതാണ്, നിങ്ങൾ പലതും പ്രതീക്ഷിക്കും, നമുക്കതറിയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുള്ളിയെക്കുറിച്ചാണ്. പുള്ളി എന്ന വാക്ക് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഉപയോഗിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. അച്ചായൻ, ഇയാളെ കുറിച്ച് ഞാൻ എങ്ങനെ കുറ്റം പറയും? കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇയാളുടെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരമായിട്ട് അച്ചായൻ 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 എന്ന് പറയുന്നുണ്ട്. ഇത് ആരാണ് ഈ അച്ചായൻ എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ തൊപ്പിയില്ലേ, തൊപ്പിയുടെ കൂടെ വാലേ തൂങ്ങി നടക്കുന്ന ഒരു ചേട്ടച്ചാറുണ്ടല്ലോ, അയാളാണ് ഈ അച്ചായൻ. ഈ അച്ചായൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഫസ്മിന അത് അറിഞ്ഞിട്ടും കോൺടാക്ട് ചെയ്യാത്തതിനെ കുറിച്ചും ഫസ്മിനയുടെ കല്യാണം വിളിക്കാത്തതിനെ കുറിച്ചൊക്കെ വളരെ സങ്കടത്തോടെയൊക്കെ അച്ചായൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം പറഞ്ഞു. ഒരു പരിധിവരെയൊക്കെ നമ്മൾ അച്ചായനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അതിലെനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി അച്ചായനെതിരെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, അച്ചായൻ ജനിച്ച ദിവസം ശരിയായില്ല. എന്താണെന്നറിയണ്ടേ? നമുക്ക് അച്ചായൻ്റെ ബർത്ത്ഡേ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. പോയവര് പോയി, നമുക്കിനി ജീവിക്കാം. ഈ ബർത്ത്ഡേ വീഡിയോയ്ക്കകത്ത് അച്ചായൻ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. തൊപ്പി അച്ചായനോട് പറയുന്നത്, അച്ചായ പോയവരൊക്കെ പോയി, ഇത് ബർത്ത്ഡേ തന്നെയാണോ അതോ ആരെങ്കിലും ചത്തുപോയതിന്റെ ദുഃഖാചരണമാണോ? അതാണ് എന്നെ ചിന്തിപ്പിച്ച ആദ്യത്തെ ഒരു പോയിന്റ്. അച്ചായൻ പിന്നെ പറയുന്നുണ്ട്, ഇല്ലടാ പോയിട്ടില്ല, കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ കാണിക്കുന്നത്. ആ ഫോട്ടോയിൽ ശരിക്കും മുഖം വ്യക്തമല്ല. എന്നാൽ പോലും ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണെന്ന് ഒരു പക്ഷേ വ്യക്തമാവും. നമുക്ക് ബാക്കി കാണാം. നിരാശാകാമുകനാ? ഇതാണ് തൊപ്പി ചോദിച്ചത്. ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിരാശാകാമുകനാ? ഓ, പ്രണയത്തിന് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. 60-കാരനും പ്രണയിക്കാം, 80-കാരനും പ്രണയിക്കാം, അച്ചായനും പ്രണയിക്കാം, ഒരു തെറ്റുമില്ല. ബാക്കി കേൾക്കാം. എന്നാലും നമ്മൾ ആഘോഷിക്കുകയാണ്. പോയവര് പോയി, നമുക്കിനി ജീവിക്കാം. കൂടെ പോയിട്ടില്ലടാ. എന്റെ ഇവിടെ അല്ലോ, ഇവിടെ അല്ലേ? അല്ല ഇവിടെയാണോ? എവിടെ ഹാർട്ട്? പറ, ഇവിടെ അല്ലേ? ആ, ഇവിടെ തന്നെ ഉണ്ടാ, പോയിട്ടില്ല. ഇതാണ് അച്ചായൻ പറയുന്നത്. എന്താണ് വിഷയം എന്നല്ലേ? സാധാരണ നമുക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ നമ്മളത് സ്റ്റോറി ഇടാറുണ്ട് അല്ലേ? മെൻഷൻ ചെയ്ത് കിടുമ്പോൾ ആ മെൻഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. പക്ഷേ അച്ചായൻ കുറേ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു 2 സ്റ്റോറി അങ്ങോട്ട് ശരിയായില്ല. അത് ഏതൊക്കെയാണെന്നല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനൊരു ഫോട്ടോയാണ്. ഒരു പെൺകുട്ടി അച്ചായന് കൊടുക്കുന്നു. സ്വീറ്റ് ഹാർട്ട്സ് ബർത്ത്ഡേസ് ഗിഫ്റ്റ്. സ്വീറ്റ് ഹാർട്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ആളാണ് അച്ചായൻ്റെ സ്വീറ്റ് ഹാർട്ട്. ഏതോ പ്രൈവറ്റ് മൊമെൻറ്റിൽ എടുത്തൊരു ഫോട്ടോയാണ്. പക്ഷേ ഇത് ഷെയർ ചെയ്യാൻ അവരുടെ അനുവാദം ഉണ്ടായിരുന്നോ എന്നതാണ് ഇവിടുത്തെ വിഷയം. അതിലേക്ക് നമുക്ക് വരാം. അടുത്തൊരു ഫോട്ടോയും കൂടി ഉണ്ട്. പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് അച്ചായൻ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ മറ്റേ കൊടുത്ത കുട്ടിയും കൂടി ഉണ്ട്. ഇനി ഈ ഫോട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും തോന്നുന്നൊരു സംശയമാണ്, ഇത് അച്ചായൻ്റെ ഭാര്യയാണോ അതോ കാമുകിയാണോ? അതിന് മറുപടി അച്ചായൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവർ അച്ചായൻ്റെ ആരാണ്. നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അച്ചായൻ പറ. മിണ്ടരുത്. എവിടെ വെച്ച് കണ്ടു എന്നുള്ളത് ഇവിടുത്തെ വിഷയമേ അല്ല. അതാരും ബോധയുടെ കാര്യമല്ല. കാക്കനാട് വെച്ച് കണ്ടു. പക്ഷെ കാക്കനാട് എവിടെയാണെന്ന് മാത്രം ചോദിക്കരുത് നിങ്ങൾ. കാക്കനാട് വെച്ച് കണ്ടു. അങ്ങനല്ല, ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദറിൽ കണ്ടു. നിങ്ങൾക്ക് എവിടാന്ന് അറിഞ്ഞാ പോരെ. നശിപ്പിച്ച്. ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ? പ്രൈവറ്റ് ആയിട്ട് കണ്ടത് അവിടെ വെച്ചല്ല. പിന്നെ എപ്പോഴായിരിക്കും ആ ഫോട്ടോ എടുത്തത്? അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. അച്ചായന്റെ സ്റ്റോറിയിലാണല്ലോ വന്നത്. ബാക്കി കേൾക്കാം. പിന്നെ അല്ല, കറക്റ്റ് സ്ഥലമൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാണിക്കാനാ? നിങ്ങൾക്ക് മറ്റേ വാർത്ത കൊടുക്കാൻ വേണ്ടിയല്ലേ? അച്ചായൻ ഒരു പെൺകുട്ടിയെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി, പിന്നെ സംഭവിച്ചത് എന്ത്? ഇങ്ങനെയുള്ള ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി അല്ലേ? അങ്ങനെ ഞങ്ങളിപ്പോൾ പറഞ്ഞ് സുഖിപ്പിക്കുന്നില്ല. ഞങ്ങൾ കാക്കനാട് വെച്ച് കണ്ടു, അത് മതി. പക്ഷെ ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മള് ഒരു ഹായ് ഹലോ അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് സ്വപ്നത്തിൽ പോലെ. ചങ്കല്ല, ചങ്കിന്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക്. ചങ്കല്ല,
ചങ്കിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക്. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിക്ക് മേലെ ലവർക്ക് താഴെ എന്ന് പറയുന്ന പോലെ ഈ ചങ്ക് എവിടെ നിൽക്കുക ചായ ഒന്ന് പറഞ്ഞു തന്നെ കേൾക്കട്ടെ. ഈ ചങ്ക് അതെവിടെയാ ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. നിങ്ങൾ മീഡിയക്കാർ പ്രതീക്ഷിച്ചല്ലേ പറ്റുള്ളൂ. എന്ത് ചോദ്യം ചോദിക്കണേ? നിങ്ങൾ പലതും പ്രതീക്ഷിക്കുക, അതാണല്ലോ നിങ്ങളുടെ കഴിവ്. അതാണ്, നിങ്ങൾ പലതും പ്രതീക്ഷിക്കും, നമുക്കതറിയാം. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ച അമ്മച്ചിയാണ് ഞാൻ പ്രതീക്ഷിച്ച് ഇവർ തമ്മിൽ ഒക്കെ ആണെന്ന് പ്രതീക്ഷിച്ച്. പക്ഷേ നിരാശപ്പെടുത്തി കളഞ്ഞ്. അതെന്തിനാണെന്നല്ലേ പയ്യെ പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് അച്ചായൻ്റെ ചങ്കായിരുന്നു ഈ അച്ചായത്തി. അച്ചായത്തി ആണോന്ന് എനിക്കറിയില്ല കേട്ടോ, നമുക്ക് അങ്ങനെ വിളിക്കാം. അപ്പം അച്ചായൻ്റെ ചങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അച്ചായത്തിയായിട്ട് കാണാമല്ലോ. ഏത് അത് തന്നെ. അപ്പം ഇതിന് ശേഷം അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് അച്ചായനെക്കുറിച്ച് ഈ അച്ചായത്തി പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ക്യാരക്ടർ എന്താണ്? ആള് ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എൻ്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര കടുംപിടുത്തമുള്ള ആളാ, ഭയങ്കര പെണ്ണുപിടിയനാ. എവിടെ പിടിച്ചത് കൂടി പറ. അല്ലല്ല, എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണുപിടിയനാ. ഈ പുള്ളി എന്ത് ക്യാരക്ടറാ, അങ്ങനെ പല 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 പേരുകൾ. അപ്പോൾ അച്ചായനെ കുറിച്ച് നല്ലതൊന്നും അല്ല ആയമ്മ കേട്ടിട്ടുള്ളത്. പക്ഷെ പിന്നെ കേട്ടത് അതാണ് എന്നെ ചിരിപ്പിച്ചത്. നമുക്കത് കേൾക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് തൊപ്പിയുടെ വാലെ തൂങ്ങി നടക്കുന്നവനാ, എങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വെറും പൊട്ടനാ. ആന്നേ, വെറും പൊട്ടനാ അച്ചായോ. അടുത്തറിയുന്നവർക്ക് നീ ആദ്യം പറഞ്ഞൊക്കെ പറഞ്ഞാൽ അല്ലല്ല. എന്നിട്ട് ആയമ്മ വേറൊരു കാര്യം പറയുന്നുണ്ട്. അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിലൊരു പഴമൊഴിയുണ്ട്, പണ്ടെന്താ കൂടെ കിടക്കുന്നവർക്ക് മാത്രമേ രാപ്പനി അറിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. അതാണോ ആയം ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഈ ഫോട്ടോയും ഈ വാചകമൊക്കെ ചേർത്ത് കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ എന്തൊക്കെയോ എവിടേക്കോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഏത് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾക്ക് തോന്നിയോ? സത്യം പറയണം. തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി എന്താണ് ഇവിടുത്തെ വിഷയം? ഇതുവരെ നമ്മൾ വിഷയത്തിലേക്ക് വന്നില്ല അല്ലേ? ഇവിടുത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അച്ചായൻ സ്റ്റോറി ഇട്ടല്ലോ. സ്റ്റോറി ഇട്ടത് ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ എടുത്തൊരു ഫോട്ടോ അത് പബ്ലിക്കിൽ ഇട്ടത് തെറ്റ് തന്നെയാണ്. അവരുടെ പെർമിഷനോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടോ ഒന്നും അല്ല സ്റ്റോറി ഇട്ടത്. അത് 100% അച്ചായൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതിന് ഈ പെൺകുട്ടി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത്, അച്ചായൻ എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ഇതൊക്കെ ഈ പെൺകുട്ടി തന്നെ വന്ന് പറയുന്നുണ്ട്. ഇവരുടെ പേര് ജിനു എന്നാണ്. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടിയുടെ വീഡിയോയിലേക്ക് പോകാം. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കത് മുഴുവൻ ഒന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കാത്തിരുന്ന് കേൾക്കുക. നമുക്കത് കേൾക്കാം. ഹായ്, എൻ്റെ പേര് ജിനു. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ട് വന്നതിൻ്റെ കാരണം അച്ചായനാണ്. എല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം തൊപ്പിയുടെ അച്ചായൻ. എനിക്കിവിടെ വേറെ പേരൊന്നും ആരുടെയും പേരിലൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഞാനത് അറിയാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാനും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയാൻ കാരണം, പുള്ളിയുടെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ബർത്ത്ഡേക്ക് പുള്ളി ഒരു സ്റ്റോറി ഇട്ടു. പുള്ളി സ്റ്റോറി ഇട്ടത് എൻ്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ചായൻ ചെയ്തത് വളരെ മോശമാണ്, തെറ്റാണ്. ഇത് ഒരു ക്രൈമാണ്, പ്രത്യേകിച്ച് സൈബർ ക്രൈമാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ആ കുട്ടിയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ പബ്ലിഷ് ചെയ്തത് 100% അച്ചായൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കേൾക്കാം. ഞാൻ പുള്ളിയുടെ അടുത്തും ഞാനില്ല. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറേ സ്റ്റോറി ഇട്ട് എല്ലാവരെയും കാണിച്ചു വെച്ച് പോയിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളി കുറച്ച് പ്രോബ്ലംസ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിയോട് ഞാൻ ബ്ലോക്ക് എല്ലാം ചെയ്ത് വെച്ചത്. പുള്ളി നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ. പുള്ളിയാണ് നല്ല ഇതായിരുന്നു. പുള്ളി ഒരു കുഴപ്പം ആ സമയത്തൊന്നും നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പുള്ളി എന്നാലും ഉണ്ടായിരുന്നെങ്കിലും ഞാനത് പറഞ്ഞ് അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഓക്കെ ആവുമായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള കോൺടാക്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അച്ചായൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടാക്കിയപ്പോൾ അച്ചായനെ ഇവർ ഒഴിവാക്കാൻ നോക്കി. പിന്നെ വീണ്ടും അതൊക്കെ സോൾവ് ചെയ്ത് ഓക്കെ പോട്ടെ, കുഴപ്പമില്ല, അച്ചായൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് അല്ലേ, അതൊക്കെ ക്ഷമിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആയം അച്ചായൻ്റെ കൂടെ വീണ്ടും കമ്പനി, സൗഹൃദം എന്നൊന്നും പറയാൻ പറ്റില്ല, കമ്പനി, അത് മതി, കമ്പനി ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചേ? അത് കണ്ടിന്യൂ ചെയ്തപ്പോഴും പുള്ളി ആ ക്യാരക്ടറാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് വലിഞ്ഞത്. പുള്ളിയുടെ കൂടെ ഓക്കെ ആവില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നിന്ന് ഒരാളെ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോർമലി പുള്ളിയോടുള്ള ടോക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. അപ്പോൾ അച്ചായൻ വീണ്ടും എന്തൊക്കെയോ കണ്ണന്തിരിവ് കാണിച്ചപ്പോൾ ആയമ്മ ഒഴിവായി. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ റിവെഞ്ച് ഒക്കെ ചെയ്താലോ, ഇപ്പം കാണിച്ചില്ലേ,
അതുക്കും മേലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാലോ എന്ന് ഓർത്തിട്ട് കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്തു. ഇനി എന്താ സംഭവിച്ചേ പറ. അല്ലാണ്ട് വേറെ റിലേഷനായിട്ട് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പുള്ളിയോട് ഞാൻ ഓപ്പണായിട്ട് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ ഉണ്ടാകും. അത് എപ്പോഴും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്ത് ആവശ്യം വന്നെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നെ കഴിയുന്ന എനിക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പുള്ളി അത്രയും സപ്പോർട്ട്. എനിക്കിഷ്ടമല്ല, വേണമെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കാം, എന്ത് സപ്പോർട്ടിനും ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണോ ആ ഫോട്ടോ? അത് അവരുടെ കാര്യമല്ലേ, എനിക്കറിയില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. നിന്നൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുവാണ്. എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് നേരത്തെ ഇതുപോലെ കുറേ പ്രശ്നം എനിക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. അപ്പോഴും ഞാൻ ക്ഷമിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ പോട്ടെ, സാരമില്ല. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം നല്ല ഒരുപാട് പ്രാവശ്യം പുള്ളിയുടെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പിന്നെയും ക്ഷമിച്ച് സഹിച്ച്, എത്രയെന്നും പറഞ്ഞാൽ ഒരാളെ സഹിച്ച് ഒക്കെ നിൽക്കുന്നത് ഒരു പരിധിയില്ലേ. അപ്പോൾ ആ പരിധി കഴിഞ്ഞപ്പോൾ ആയമ്മ ആശാനെ വിട്ട് പോയി. പക്ഷേ സ്നേഹസമ്പന്നനായ അച്ചായൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയില്ല സുഹൃത്തുക്കളെ, ഇറങ്ങിപ്പോയില്ല. അതുകൊണ്ടാണ് അച്ചായൻ്റെ ബർത്ത്ഡേക്ക് പോലും ആ പെൺകുട്ടിയുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് ആ ഫോട്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അച്ചായൻ ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറയൂ. വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഇവരുടെ സ്വകാര്യ നിമിഷത്തിലുള്ള ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്യുക മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും അച്ചായൻ ചെയ്തിട്ടില്ല. തെറ്റ് പുള്ളിയുടെ വിവരമില്ലായ്മ കണ്ടിട്ട് ഞാനത് മൈൻഡ് അങ്ങനെ ആക്കിയിട്ടുള്ളൂ. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണല്ലോ. പൊട്ടിഷൻ ചിലവർക്ക് അത് സാരമില്ല എന്നുള്ള രീതിയിൽ വെക്കും, ചിലവർ പിന്നെ വഴി തിരിഞ്ഞ് നോക്കാത്തവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആ ഒരു പോട്ട് സാരമില്ല എന്നുള്ള മെന്റാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും കടന്നിപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. നോർമലി ടോക്ക് എല്ലാം ഉണ്ടായിരുന്നു. പുള്ളി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ല രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫിനാൻസ് ഒക്കെ തിരിച്ചു കൊടുത്തോ? അല്ലെ, ഇപ്പം നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഒന്നും ഇല്ല, നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പൈസ തിരിച്ചു കൊടുത്തോ? അതേക്കുറിച്ചൊന്നും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല. പിന്നെ എനിക്ക് സംശയം വന്ന വേറൊരു കാര്യം, അച്ചായൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞിട്ടാണ് അന്ന് വീഡിയോ ചെയ്തത്. എൻ്റെ അമ്മയെ സഹായിക്കണം, നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. കൂട്ടത്തിൽ തൊപ്പി എന്തൊക്കെയോ സഹായിച്ചെന്നും പറയുന്നുണ്ട്. എന്നാൽ ദൂരെ കൂട്ടി പറയുന്നുണ്ട് അധികമൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഫസ്മിന ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കാശില്ല എന്ന് പറഞ്ഞ അച്ചായൻ ഈ സ്ത്രീക്ക് പൈസ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് അച്ചായോ എന്തൊക്കെയോ ഉള്ളുകളിൽ ഇല്ലേ? അമ്മയുടെ ട്രീറ്റ്മെന്റിന് നിങ്ങളുടെ കയ്യിൽ കാശില്ല, പക്ഷെ കണ്ട പെമ്പിള്ളാർക്ക് കൊടുക്കാൻ കാശുണ്ടല്ലേ? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. കേൾക്കാൻ ബാക്കി. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം. അതുവരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് അറിയുന്നവരോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ബലമാണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പൈസ വെച്ചത്. പുള്ളി തന്നതുകൊണ്ട് തീർച്ചയായിട്ടും, അതായത് നമുക്ക് അറിയുന്ന ഒരാളോട് കാശ് വായ്പ ചോദിക്കാം, പക്ഷെ സമയത്തിന് തിരിച്ചു കൊടുക്കണം. അത് കൊടുത്തോ എന്നതാണ് എൻ്റെ നേരത്തെ ചോദ്യം. ചേച്ചി കൊടുത്തില്ലെന്നാണ് കമന്റുകൾ പറയുന്നത്. കുറച്ച് കമന്റുകൾ ഞാൻ പല റിയാക്ഷൻ വ്ളോഗേഴ്സിൻ്റെയും വീഡിയോയുടെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പറയുന്നത് നിങ്ങൾ ഉടായിപ്പാണ്, പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. കൊടുത്തോ എന്തോ. അച്ചായ, അമ്മച്ചിയുടെ ട്രീറ്റ്മെൻറ്റ്, അച്ചായൻ്റെ കരച്ചിൽ, ഇതൊക്കെ കണ്ട സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര്, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ആൾക്കാർ പോലും അച്ചായനെ സഹായിച്ച് കാണും. ആ പൈസയൊക്കെ ആണോ അച്ചായ നിങ്ങൾ ഇവരുടെയൊക്കെ അടുത്ത് കൊണ്ട് കൊടുത്തത്? ആണോ? ഓക്കെ പറഞ്ഞു, ഞാൻ ഫിനാൻഷ്യലി സെറ്റിൽ, അതായത് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഞാനിത് സെറ്റിൽ ചെയ്ത് തരാം എന്നൊക്കെ ഞാൻ സംസാരിച്ചതാണ്. നാളെ ചോദിച്ചോടെ എൻ്റെ ഉണ്ടാവില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടാണ് പുള്ളിയുടെ പൈസ എല്ലാം വാങ്ങിച്ചത്. പക്ഷേ അതിൻ്റെ ബേസിൽ എനിക്ക് പുള്ളി പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിന്നും ടോർച്ചറിങ് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഇപ്പം നമ്മളൊരു നല്ല സൗഹൃദത്തിലായിട്ടുള്ള എങ്ങനെ ഇഷ്ടത്തിലാണ് ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും, നമ്മൾ പേഴ്സണൽ കാര്യം, അതിൽ നമ്മളെല്ലാവരും ഒരു വിശ്വാസം കൊടുക്കുന്നതാണ്. അതിപ്പോൾ അത് വലിയ തെറ്റാണെന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം അവരുടെ തുറന്നു പറയുന്നത്. അതിപ്പോൾ പിണങ്ങുമ്പോൾ വേറൊരു രീതി, മിണ്ടുമ്പോൾ നമ്മൾ സ്നേഹത്തോടെയൊക്കെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വേറൊരു രീതി, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ വേറെ എവിടെയോ കേട്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസറെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? അതിൻ്റെ പേരെന്തുവാ? എന്തായിരുന്നു? തൃക്കണ്ണൻ. അത് തന്നെ. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? അതിനകത്തും കേട്ട കഥകൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അച്ചായോ നാളെ അച്ചായനെതിരെയും ഇതുപോലൊരു കേസ് വരാൻ സാധ്യത ഇല്ലാതില്ല കേട്ടോ. വരാം. അയമ്മയ്ക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അച്ചായൻ സൂക്ഷിച്ചോ. അങ്ങനെ ചെയ്യാറില്ല, അവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രൂഫാണല്ലോ ഇപ്പൊ കാണിച്ചത്. പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടത് കാരണം എനിക്ക് ഒത്തിരി ടോർച്ചറിങ് ഉണ്ടായിരുന്നു. പുള്ളി കുറെ പേരെ ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്ത് അവരെല്ലാവരും എനിക്ക് ഷെയർ ചെയ്ത് തന്നു. എന്താണിതെന്ന് ചോദിച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എന്റെ ഇത് ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഞാൻ ഇട്ട സ്റ്റോറിയോ അല്ല. അതിന് കാരണം മനസ്സിലായില്ലേ? നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്തു. എന്തായാലും നിങ്ങളെയും അയാളെയും അറിയാവുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, അവർ ഈ വിവരം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമെന്ന് അയാൾക്കറിയാം. അങ്ങനെയെങ്കിലും നിങ്ങളുടെ മധുരകരമായ ശബ്ദം അച്ചായൻ കേൾക്കട്ടെ എന്ന് അച്ചായൻ ഒന്ന് ആശിച്ചു പോയി. സതുദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സതുദ്ദേശം വെച്ചാണ് അച്ചായൻ ഈ തെണ്ടിത്തരം കാണിച്ചത്. അപ്പോൾ ആ സതുദ്ദേശത്തെ ആരും കണ്ടില്ലെന്ന് നടിക്കരുത്. എന്തായാലും
അച്ചായൻ ഇപ്പോൾ വയറ് നിറച്ച് അയാളുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളി തന്നെ മെൻഷൻ ചെയ്ത് പുള്ളി ഇട്ടിരിക്കുന്ന കാര്യമാണ്. ഞാനല്ല അതിനകത്ത് ഒന്നും ചെയ്തിരിക്കുന്നത്, ഞാനല്ല. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പുള്ളി എല്ലാവരും വിളിച്ചിട്ട് ആവശ്യമില്ലാത്ത പല ടോർച്ചറിങ് നടത്തുമ്പോഴും ഞാൻ പല പ്രാവശ്യം ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേരെ വിളിച്ച് ഇങ്ങനത്തെ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പണ്ടത് ഇത് ചെയ്യരുത്, ഞാൻ റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പുള്ളി അത് കാര്യമാക്കിയിട്ടില്ല. പുള്ളി അത് ആ രീതിയിൽ അത് കേട്ടു. ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത്. പുള്ളി ആവശ്യമില്ലാത്ത വൈഫ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓ, അപ്പൊ എല്ലാവരും കാണുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ കുഴപ്പമില്ല, എടുക്കുന്നതിന് കുഴപ്പമില്ല, കാണുന്നതിനാ പ്രശ്നം അല്ലേ? ഓക്കെ, ഇതൊക്കെ ഇടുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നത്, കാരണം എല്ലാവരും കാണുന്നതാണ്. അത് എനിക്കൊരു നെഗറ്റീവ്. വീഡിയോ ഒക്കെ ഇടുന്ന നോർമലി അത് നമ്മൾ എല്ലാവരും ഇടുന്നതാണല്ലോ, അതൊന്നും സാരമില്ല. പക്ഷേ ഇങ്ങനത്തെ പേര് മനുഷ്യരുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യരുത് എന്ന് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി അത് ചെയ്ത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കിപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഇടുന്നതിനകത്ത് പുള്ളിയുടെ അക്കൗണ്ടിൽ കയറിയിട്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കത് മാറ്റി നിർബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോഴും അതിന്റെ പേരിൽ ഞങ്ങൾ കുറേ ഷൗട്ട് ചെയ്തു, അങ്ങനെ ഇടരുതെന്ന് പറഞ്ഞിട്ട് കുറേ ഷൗട്ടിങ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പുള്ളി അത് വകവയ്ക്കാതെ കുറേ വീഡിയോസ് അങ്ങനെ അല്ലാണ്ട് ഈ ഓരോ നമ്മൾ പുറത്ത് പോകുന്നത് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ടിട്ടുണ്ട്. പുള്ളി നല്ലൊരു സൗഹൃദം, നല്ലൊരു ഇത് വെച്ചിട്ട് ബന്ധം വെച്ചിട്ടാണ് നമ്മൾ അവരോട് മിണ്ടിയത്. പുള്ളിയുടെ കൂടെ നല്ല രീതിയിൽ കമ്പനി ആയതും ഒക്കെ അതുകൊണ്ടുണ്ട്. പക്ഷേ പുള്ളി ആവശ്യമില്ലാതെ ഇങ്ങനെ ടോർച്ചറിങ്ങിന് ഇനി ഇപ്പോൾ വരേണ്ട കാര്യം എനിക്ക് അറിയില്ല എന്താണ്. പുള്ളി എന്നോട് മാരേജ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് പുള്ളി ഇത്രയും ടോർച്ചറിങ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു കാരണമില്ലാതെ ഒരാളും ബ്ലോക്ക് ചെയ്യില്ല. പിന്നെ അയമ്മയുടെ വീട്ടിലൊരു കല്യാണമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അതിന്റെ കാര്യം ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത് നിങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്ന് സംസാരിച്ചത് ഓക്കെ, കാരണം അയാൾ സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചു, നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ മറുപടി കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകോ കോട്ടമുണ്ടാകോ എന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു. ആ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങളാണ് എന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ലായിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് അത് ഞാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന അയാൾക്ക് അത് എത്രമാത്രം ഹേർട്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നിയമപരമായിട്ട് പോയിരുന്നെങ്കിൽ ഇത് അച്ചായനൊരു കനത്ത അടിയാകുമായിരുന്നു. നിങ്ങൾ അതല്ല ചെയ്തത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്തൊക്കെയോ അച്ചായനോടൊരു സോഫ്റ്റ് കോർണർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും അല്ലെങ്കിൽ അയാളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനും നിങ്ങൾക്ക് എന്തോ ഒരു മടിയുള്ളതുപോലെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. സോഷ്യൽ മീഡിയ കൂടി അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സൈബർ ഇഷ്യൂ ആണ്, വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. അത് അല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊരു കോണ്ടന്റ് മാത്രം. നിങ്ങൾ വെച്ച് കളിക്കുന്നത് നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ അയാളുമായി സൗഹൃദം ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ അടുത്ത് പോയി അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു, പുറത്തറിഞ്ഞത് മാത്രമാണ്. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല, അറിയാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ഫൂളിഷ്നസ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളെ തന്നെ ഇട്ടുകൊടുത്തു. എനിവേ അച്ചായ, നിങ്ങൾ അട്ടർ വേസ്റ്റ് ആയിപ്പോയി. അത്രയും വൃത്തികെട്ടൊരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചു വെച്ചത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ആ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ. അതല്ല അതേ വ്യക്തി അന്യായം പ്രവർത്തിച്ചാൽ അയാളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കറിയില്ല. അതുകൊണ്ട് അച്ചായൻ ഈ കാണിച്ചത് മഹാമോശമായി പോയി. ഇതിന് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ടി വരും, അതിനൊരു സംശയം വേണ്ട. എനിവേ നിങ്ങളുടെ കോപ്രായങ്ങളുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് വാ, ബാക്കി നമുക്ക് അപ്പോൾ കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. കുറഞ്ഞത് നിങ്ങളുടെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ഒരു ഫാമിലി ഒരു വലിയ ഫാമിലിയായി മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് മുന്നോട്ട് പോകാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.